അടിമാലി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ഇന്നും നാളെയുമായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ നിർവഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി നടത്തുന്ന കേരളോത്സവം ഇന്നും നാളെയുമായാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 15-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് കലാപരവും കായികപരവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരമൊരുക്കുകയാണ് കേരളോത്സവ നടത്തിപ്പിന്റെ ലക്ഷ്യം. രാവിലെ അടിമാലി ടർഫിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇന്ന് നടത്തുന്ന യുവജനങ്ങൾക്ക് പ്രാധാന്യം നൽകിയതുകൊണ്ട് ആളുകൾ കലാകായിക രംഗത്തേക്ക് യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കേരളോത്സവം നടത്തുന്നത്. നമുക്ക് പഞ്ചായത്ത് തലത്തിൽ കഴിഞ്ഞ ബ്ലോക്ക്, ജില്ല, സ്റ്റേറ്റ് തലത്തിൽ വരെ എത്താവുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലും നമുക്ക് സ്റ്റേറ്റ് വരെ എത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം കലാകായിക രംഗത്ത് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് എല്ലാ കുട്ടികളും ഈ മത്സരത്തിൽ പങ്കെടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടിമാലിയിലെ വിവിധ ഗ്രൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. കേരളോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം CD ഷാജി, KK രാജു, MS ചന്ദ്രൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. നാളെ രാവിലെ മുതൽ അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ കലാമത്സരങ്ങൾ നടക്കും. ന്യൂസ് ബ്യൂറോ, അടിമാലി.